6 മാസം അവിടെ ജീവിക്കാൻ പറ്റും. 6 മാസം കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റും. അതുപോലെ നീ റീസെന്റ് ആൻഡ്രൂ ടൈറ്റിന്റെ സംതിങ് യു മെൻഷൻ. ആൻഡ് ഡു യു റിയലി തിങ്ക് അവർ എക്സാക്ട്ലി നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ളത്? വെൽക്കം ടു ഫ്യൂച്ചർ ടോക്സ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ US-ലേക്കും കാനഡയിലേക്കും UK-ലേക്കും ഓസ്ട്രേലിയയിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ഡു യു റിയലി തിങ്ക് അവർ എക്സാക്ട്ലി നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ളത്? ഒരുപാട് പേര് US അല്ലാതെ പുറത്ത് ഓസ്ട്രേലിയ ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ പോകുന്നത് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ജോബും ഉണ്ട് ഇല്ലാന്നല്ല, പക്ഷെ മോസ്റ്റ്ലി സ്റ്റഡീസിന് വേണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള അവരുടെ ഡെയിലി ചോസ് പോലത്തെ ഡെയിലി വേജ് ആയിട്ടുള്ള സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അത്രയും വർക്ക് ഫോഴ്സ് ഇല്ല. അതിൻ്റെ ദൂഷ്യവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇവർ അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് ഒരു ജോബിന് ഏരിയ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കട്ട് ഗവൺമെന്റ് കൊണ്ടുപോകും ടാക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇതിൽ ശരിക്കും ഈ സ്റ്റുഡൻസ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ഒരു എളുപ്പമായ ഒരു ലൈഫ് സ്റ്റൈൽ നേടിയിട്ടാണ് അവിടെ പോകുന്നത്. ലൈഫ് കൂടുതലൊന്ന് ഈസി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹൈഫൈ കാണുന്ന ലൈഫ്, അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പല ആളുകളും മൈഗ്രേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലായിക്കോട്ടെ US-ലായിക്കോട്ടെ ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ആസ് യു മെൻഷൻ. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ലൈഫ് ഈസി കണ്ടിട്ടാണ് എന്താക്കുന്നത്, ഈ പഠിക്കുന്ന സമയത്ത് തന്നെ എത്രയും പൈസ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഒരൊറ്റ തോട്ടിലാണ് അവർ പോകുന്നത്. ആൻഡ് ദെൻ അവർ ഈ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഈ ഫൈനലി ഈ ജോബിൽ മാത്രം ഒതുങ്ങി പോകുന്ന പല ആളുകളുണ്ട്. പല ആൾ അത് മാത്രമല്ല, പിന്നീട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻസ് സ്പെഷ്യലി പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും റിയാലിറ്റി അതാണ്. ഒരുപാട് ഇന്ത്യൻസ് പോയിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ എല്ലാ ഇന്ത്യൻസിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. പല ആളുകൾക്കും 5 വർഷം കൊണ്ട് കിട്ടേണ്ട PR 10 വർഷത്തേക്ക് മാറ്റുകയും അവർ ആ PR കിട്ടാത്തത് കൊണ്ട് തന്നെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ പഠിച്ച കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഫ്യൂച്ചർ കിട്ടാണ്ട് തിരിച്ചു വന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പഠിച്ച കോഴ്സുകൾ ഞാൻ ആൽഡറിന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നല്ലോ, സോ കുടുംബം ഒരിക്കലും ഇതിൽ വരാൻ പാടില്ല, പക്ഷെ ഒരു ഇൻസിഡന്റ് ആണ്. ആക്ച്വലി പുള്ളിക്കാരത്തി ടോപ്പ് റാങ്കിലുള്ള ഒരാളാണ്, പക്ഷെ അവിടെ ഒരു ജോലി കിട്ടുന്നില്ല. ആൻഡ് ഈ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അറൌണ്ട് 50% 40% അതായത് ടാക്സ് ഗവൺമെന്റ് തിരിച്ചു കൊടുക്കുകയാണ്. അതായത് ഇപ്പം ഒരു 10 ലക്ഷം രൂപ നമുക്ക് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഗവൺമെന്റ് തിരിച്ചു കൊണ്ടുപോകാണ്. റിമൈനിങ് 5 ലക്ഷം രൂപ മാത്രം എന്താണ് നമ്മുടെ കയ്യിലേക്ക്. ഈ പറയുന്ന പോലെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ, അതായത് UAE എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ സേഫ്റ്റി വലിയൊരു ഫാക്ടറാണ്. ഏതൊരു വ്യക്തിയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന അവിടെ ബെറ്റർ ലൈഫ് ഉണ്ടാകും എന്നുള്ള എക്സ്പെക്ടേഷൻ. കാശ് കിട്ടിയത് കൊണ്ട് മാത്രം ഒരിക്കലും ബെറ്റർ ലൈഫ് ഇല്ല. നമ്മൾ ഈവനിങ് ഒരു വാക്കിന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബിലോങ്സ് സേഫ് ആണെന്നുള്ളതിന്റെ 100% അഷ്യൂരിറ്റി നമുക്ക് UAE കിട്ടുമ്പോൾ അവിടെ യാതൊരു അഷ്യൂരിറ്റി ഇല്ല. ഇപ്പോൾ റീസെന്റ് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ നീ റീസെന്റ് ആൻഡ്രൂ ടൈറ്റിന്റെ സംതിങ് യു മെൻഷൻ. ആൻഡ്രൂ ടൈറ്റിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് ആർ എവ്രിവെയർ. തീർച്ചയായിട്ടും മൂപ്പര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് UAE മാത്രമാണ്. അതാണ് ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഒരു പോലീസ് വണ്ടി മതി നിയന്ത്രിക്കാൻ പോലെ ക്രൗഡ്സിനെ നിയന്ത്രിക്കാൻ ഒരു ഒറ്റ പോലീസ് വണ്ടി മതി. ഇത് ഇതിന്റെ അപ്പുറം അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് അനങ്ങത്തില്ല. അതാണ് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ സേഫ്റ്റിയും ഇവിടെ അത്രയും അധികം അഷുറൻസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചെറിയൊരു രാജ്യഭരണം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 5 കൊല്ലവും ഗവൺമെന്റ് മാറി വരുന്നില്ല, ഖജനാവ് കാലിയാക്കാൻ ആരും വരുന്നില്ല. ഈ രാജഭരണത്തിന്റെ മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂൾസ് നല്ല രീതിയിലൂടെ പാലിക്കപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ ആളുകളും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല വിഷൻ ഉള്ള ഒരു ഭരണാധികാരി, കാരണം രാജഭരണമുള്ള ഒരുപാട് രാജ്യമുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ ആ മെയിൻ ചോദ്യം, അതായത് ഹാപ്പി ആണോ എന്നുള്ള ചോദ്യത്തിനകത്ത് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാശ് ഒരു സൈഡിൽ കൂടെ പണിയെടുക്കുന്നതുകൊണ്ട് പല റെസ്റ്റോറൻറ്റുകളിലും അങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളും പല ആളുകളിലേക്കും വരുന്നു. എന്നാൽ ഇത് വെച്ചിട്ട് അവർ നെക്സ്റ്റ് ഒരു ആഫ്റ്റർ 3 years അല്ലെങ്കിൽ 5 yearsലേക്ക് ഒരു ഫ്യൂച്ചർ അവർക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ തിരിച്ചു വരുന്നു. അവരുടെ ഒരു വലിയൊരു ലൈഫിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു വരുന്ന ഒരുപാട് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഒരു ഹാപ്പിനെസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കത്ര ഒരു ഉറപ്പില്ല. ദുബായിലാണ് പിന്നെയും, കാരണം ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് വരുന്നവൻ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എഫേർട്ട് ഇട്ടിട്ട് സ്വന്തമായിട്ട് നല്ല ലൈഫ് സ്റ്റൈലിലൂടെ ജീവിച്ചു പോകുന്ന ഒരുപാട്. ദുബായ് ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി കൂടി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മിങ്കിളായിട്ട് നടന്നു പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും ദുബായ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും
ദുബായ് ഒരു വേറൊരു കൺട്രി എന്നുള്ള രീതിയിൽ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല ഈ പറയുന്ന പോലെ ഓണം ഒക്കെ എന്ന് പറഞ്ഞാൽ ഓണം തുടങ്ങി ഡിസംബർ വരെ ഓണവും വിഷു എല്ലാ പരിപാടിയോട് അപ്പൊ എല്ലാവർക്കും ഇവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ദുബായിൽ നമ്മൾ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ജനറലൈസ് ചെയ്യാതെ ഒരുപാട് നേഷൻസ് ഉണ്ടല്ലോ അവിടെ. അതിനകത്ത് പക്ഷേ ഡെൻമാർക്ക് ഒക്കെ വെച്ച് നെതർലാൻഡ്സ്, ഡെൻമാർക്ക് ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാല് അവരിപ്പോ ഹാപ്പിനെസ് സ്കെയിലിൽ ടോപ്പ് 5 ഉള്ള അത് അവിടെയുള്ള സിറ്റിസൺസ്. അതുകൊണ്ട് അതൊരു ഘടകമാണല്ലോ. കാരണം പക്ഷെ ഡെൻമാർക്കിലൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരുപാട് സ്റ്റുഡൻസ് ഇല്ല, കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ. അവര് എന്താ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അവരുടെ സിറ്റിസൺസ് ആയിക്കോട്ടെ, ചില മീൻസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ക്രൈം റേറ്റ് ഉള്ള ഒരു രാജ്യമാണ് നോർവേ. അവിടെ ജീവിക്കാൻ പറ്റുമോ? 6 മാസം അവിടെ ജീവിക്കാൻ പറ്റും. 6 മാസം കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരു ലൈഫ് കൊണ്ട് ഹാപ്പിനെസ് മാത്രമല്ല, ദുബായിലും ചൂടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഡോർ ടു ഡോർ നമ്മൾ എസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രത്തോളം അത് എഫക്റ്റീവ് അല്ല. പക്ഷെ നോർവേ എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 മാസത്തേക്ക് ശുദ്ധമായിട്ട് എന്തില്ല, സൂര്യ വെളിച്ചം കാണാത്ത സ്ഥലമാണ്. കംപ്ലീറ്റ്ലി എന്താ പറയാ മഞ്ഞിൽ മൂടപ്പെട്ടൊരു സ്ഥലമാണ് നോർവേ വരുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് മാത്രം ഹാപ്പിനെസ് നമുക്ക് അളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് എ കമ്മ്യൂണിറ്റി ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നതും അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ റിയലി ഹാപ്പി ഫോർ ദാറ്റ്. സോ അപ്പം ഇന്നത്തെ ഫ്യൂച്ചർ ടോക്സിൽ നമ്മൾ ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തിയത്. പിന്നെ വേറൊരു മേജർ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇടയിലെല്ലാം കുറച്ച് മനസ്സിലാക്കിയ കാര്യം, 2040 ആകുമ്പോഴേക്കും വേൾഡിലെ ഭയങ്കര ഡ്രീം സിറ്റി കോൺസെപ്റ്റിലേക്കാണ് ദുബായിനെ വളർച്ച. ലോകത്തിലുള്ള പിന്നെ ആ സമയത്തേക്ക് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ഓൾ ഓഫ് എൻട്രിങ് ടു ദുബായ്. എക്സാക്ട്ലി. ബാക്കിയുള്ള എല്ലാ ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ സിമ്പിൾ ആയിട്ട് ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ ദുബായിലേക്ക് വരാം. പക്ഷെ ആ ഒരു ടൈമിലേക്ക് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് എന്നുള്ള സിറ്റുവേഷൻ. ദുബായ് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.